യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഫ്രൈഡേ ആയതുകൊണ്ട് ഓഫാ, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണീറ്റത്. ഇനിയിപ്പോൾ ക്ലീനിങ്, കുക്കിങ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നോള് പറയുക ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഫോട്ടോ എടുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞത്. രാവിലെ എണീറ്റിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ ഉറങ്ങണം. ഉറങ്ങിയിട്ട് വേണം എണീക്കാനായിട്ട്. രാവിലെ ആയിട്ട് കുറച്ച് എന്തായാലും ഒരു കോഫി എന്തായാലും മസ്റ്റായിട്ട് കുടിക്കണം. ഈ റൂമിൽ കുറച്ച് ക്ലീനിങ് ജോലി ബാക്കിയുണ്ട്. റൂമല്ല, ഫ്ലാറ്റ് ഫുള്ള് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ നെട്ടോട്ട് വിടുക ക്യാമറയുടെ മുമ്പിൽ. എൻ്റെ റൂംമേറ്റ് ഉണ്ട്, ആള് ഭയങ്കര കോമഡിയാ. അങ്ങനെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ എവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണമെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ലാസ്റ്റിന് ഇപ്പോൾ വിചാരിച്ച് പല്ല് തേച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യാനിരുത്തി. അപ്പോഴേക്കും ഞാനൊരു സാധനം കണ്ട്. മുൾട്ടാണി മിട്ടി എന്ന് പറയും. ഭയങ്കര യൂസായി ഈ സാധനം, മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ഞാൻ നാട്ടിൽ വന്നിട്ട് ഈ ബാഗ് ഞാൻ ഓപ്പൺ ചെയ്തതേ ഇല്ലായിരുന്നു. അങ്ങനെ ഇതിനകത്ത് കുറേ അല്ലാതെ കുറേ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തിട്ട് മാറ്റി. പിന്നെ ഇത് ഭയങ്കര നല്ലൊരു സാധനമാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ട് ബാക്കി ഞാൻ വീട്ടിൽ വേറെ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇനി കൊണ്ടുവരുന്നു ഈ സാധനവും. നല്ല സാധനമാണ്ടാ, ഭയങ്കര യൂസ് ഈ സാധനം. മുൾട്ടാണി മിട്ടി എന്ന് പറയും. ഇതും രക്തചന്ദനവും ഒക്കെ അങ്ങാടി കടയിലാണ് വാങ്ങാൻ കിട്ടത്തുള്ളൂ, പക്ഷെ നല്ല യൂസായത്. മുഖത്തെ ഇത് സൺടാണൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്. ഇത് തേക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത പ്ലാന്. അച്ഛനേന്ന് പറഞ്ഞിട്ട് ഇത് എത്ര ക്ലീൻ ചെയ്യണം. ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡ്രസ്സാണ്. പിന്നെ വീക്കിലി ഒരു ദിവസമൊക്കെ ആയിരിക്കും ഇത് മടക്കി വെക്കുന്നത്. ടൈം കിട്ടണില്ല, എന്താ ചെയ്യാനാ. പല്ല് തേച്ചില്ല, ഇനിയിപ്പോൾ പല്ല് തേച്ച് മുഖം കഴിവിട്ട് ഫേസ് പാക്ക് ഇട്ടിട്ട് ഇതൊക്കെ മടക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്ന് ഫുള്ള് ഉറക്കമായിരുന്നു, ലീവായിട്ട്. ഇനിയിപ്പം റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. ഞാൻ ഐ ടു മേക്ക് ആണോ അല്ല, ചെറിയ ചെറിയ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അല്ല, ഈ ഒരു സാധനം ഇത് നല്ല സാധനം കേട്ടോ. നല്ല സാധനം മീൻസ് ഇത് റോസ് വാട്ടർ ഭയങ്കര യൂസായി. ഈ ഒരു റോസ് വാട്ടർ എന്ന് പറയുന്നത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് ഫേസ് ഒക്കെ ക്ലിയർ ആവും. Teresa, you want this thing? അതെ, ഇതെൻ്റെ കൈ കിടക്കുന്ന ചുമ്മാ ഒരു ബ്രേസ്ലെറ്റ് അല്ല. ആക്ച്വലി ഇത് ഹീലിംഗ് ബ്രേസ്ലെറ്റ് ആണ്. അത്യാവശ്യം ഇത് എക്സ്പെൻസീവ്, ഒറിജിനൽ സാധനമായത്. എല്ലാവരും വിചാരിക്കും എക്സ്പെഷ്യലി എൻ്റെ ഉമ്മ വരെ പറഞ്ഞിട്ട് നിനക്ക് വട്ട അത് രണ്ടെണ്ണം കയ്യിലെടുത്തിടാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ച വ്യക്തിയായിരുന്നു ഉമ്മ. അതെ, ഈ റോസ് വാട്ടർ കുറച്ചും കൂടി നല്ല സ്മെല്ല്. അല്ല, ഇതിൽ കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കുറച്ച് തക്കാളിയുടെ ഒരു നീരും കൂടെ ചേർത്ത് അടിപൊളിയായിരിക്കും. ഞാൻ ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഇതാണ്ട വേണ്ട കുറച്ച് നമ്മുടെ ഫേസ് പാക്ക്, കുറച്ച് തക്കാളി, കുറച്ച് റോസ് വാട്ടർ, കുറച്ച് ഇപ്പം മുഖത്ത് തേച്ചിട്ട് വേണം. കുറച്ച് കഴുകിയിട്ട ഡ്രസ്സുകളുണ്ടായിരുന്നു. അത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണം മടക്കി വെക്കാൻ വേണ്ടി. ജിമ്മിലിടുന്ന വേറെ മടക്കി വെക്കും, പുറത്തിടുന്ന ഹാങ് ചെയ്ത് വെക്കും. ടീഷർട്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. നല്ല കഴുകിയിട്ട് ജിമ്മിൽ എടുത്തിട്ട് മടക്കി വെക്കുക. ഓരോന്ന് ഇങ്ങനെ കുടഞ്ഞിട്ട് മടക്കി സെപ്പറേറ്റ്.
പിന്നെ ഇടാത്ത ഡ്രസ്സുണ്ട്. കാര്യം ടിക്ടോക്ക് എടുക്കാൻ നേരത്തെ ഇടും. പിന്നെ അത് കംഫർട്ട് അല്ലെന്ന് തോന്നുമ്പോൾ മാറ്റിയിട്ട് വേറെ എടുത്തിടും. അങ്ങനെ ഇതാക്കാ. ഇത് തന്നെ എൻ്റെ കഥ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് മടക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എൻ്റെ ലെഗിൻസാണ്. അതൊന്നും ഇടത്തേ ഇല്ല. കൂടുതൽ ജീൻസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ടിക്ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാ. ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മടക്കി വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട്. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ. അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി ഇനി കൊണ്ടുവന്ന് അടുക്കി വെക്കണം. ഇതിപ്പോ റൂമിന്റെ കോലവാത്. ഇനിയിപ്പം ഞാനിത് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കിച്ചൺ ഇന്ന് ഈ ആഴ്ച ഞാനാ വൃത്തിയാക്കുന്നത്. ഇത് ഫുള്ളിനി തൂത്ത് വൃത്തിയാക്കി. അതിനിടയ്ക്ക് വീട്ടിലും കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ കോളും ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ക്യാമറ എന്തോ ഇത് വന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചു. ഇത് ഫുള്ളിനി ക്ലീനിങ് ആണ്. കിച്ചൺ മാത്രമല്ല, ഫ്ലാറ്റ് ഫുള്ള് ക്ലീനാ. മുഖമൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ കുളിക്കണം. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. മുഖത്തെ ടാനൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സെയിം ഫേസ് പാക്ക് ഞാൻ എൻ്റെ റൂംമേറ്റിനും കൊടുത്ത്. അവളും തേച്ചിട്ട് അവൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുളിക്കണം. അങ്ങനെ കുളിച്ച് ചെറുതായിട്ടൊരു പനിയുണ്ട്. ഇനി പുറത്ത് പോയിട്ട് എല്ലാ ഫ്രൈഡേയും ഞാനൊരു സ്നാക്സ് കഴിക്കും. അതിപ്പോൾ ഇന്ന് കഴിച്ചില്ല. അതിനിപ്പോൾ ഇന്ന് പോയി വാങ്ങിക്കണം. പിന്നെ ജിമ്മിലൊന്ന് പോയിട്ട് പിന്നെ കോഫി പൗഡർ അവിടെ ഇരിക്കും, അതും കൂടെ എടുക്കണം. അത് എടുത്തിട്ട് ജിമ്മിൽ പോയിട്ട് അത് എടുക്കണം. അതെടുത്തിട്ട് പിന്നെ കുറച്ച് സ്നാക്സ് കൂടെ വാങ്ങിക്കണം. ഒരാളിവിടെ ഭയങ്കര കുക്കിങ്ങാണ്. നോക്കുന്നത് കീ എടുക്കാൻ മറന്നുപോയി. സത്യം പറയാനല്ല, ഞാൻ മറന്നുപോയി ലിഫ്റ്റിൻ്റെ കാര്യം. എനിക്ക് സ്റ്റെയർ നോക്കുക. ഇവിടെ ഭയങ്കര ചൂട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഭയങ്കര ചൂട്. ഇപ്പം ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ബഹ്റൈനിലാണ്. അവിടെ തണുപ്പായ ഭയങ്കര തണുപ്പ്, ചൂടായ ഭയങ്കര ചൂട്. അങ്ങനെ അന്നേലും ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സേ എടുത്തുള്ളൂ. വീട്ടിൽ വിളിച്ചില്ല, ഇനി വീട്ടിൽ വിളിക്കണം. വേറെന്താ, നല്ല വ്യൂ ആക്ച്വലി. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ്. ഫുള്ള് 4 ചുറ്റും ഫുള്ള് കടലല്ലേ, അപ്പം പിന്നെ നല്ല വ്യൂ അല്ലേ. ഒറ്റയ്ക്ക് നടക്കാം. അവളവിടെ നിന്ന് കുക്ക് ചെയ്യുക. എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ടത് പരിചയമില്ല. ഇനിയിപ്പോൾ അത് കാണുന്നവർ വിചാരിക്കും എനിക്ക് വട്ടാണ്. ഇതിൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ്. നല്ല വേണ്ട. ബാക്ക് ഫുള്ള് കടല. ഇനിയിപ്പോൾ പോയി സ്നാക്സ് വാങ്ങിച്ചിട്ട് വന്നിട്ട് റൂമിൽ ഇരുന്ന് കോഫി ആയിട്ടൊന്ന് കഴിക്കും. ഇതാ ഇന്നത്തെ എൻ്റെ ഫ്രൈഡേ എന്ന് പറയുന്നത്. ഉറക്കം മസ്റ്റാണ്. ഇന്ന് ചൂടായിട്ട് പിന്നെ എങ്ങും പോലില്ല, ഫ്രണ്ട്സുമായിട്ടൊന്നും പുറത്ത് പോലില്ല. ചൂടായതുകൊണ്ടേ അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ വേണ്ട, ചൂടായതുകൊണ്ട് എങ്ങും പോകത്തില്ല ഫ്രണ്ട്സുമായിട്ട്. ഭയങ്കര ചൂടാണ്. പോയിട്ട് വന്നിട്ട് കാണാം. സ്മൈക്കി കുറേ സ്നാക്സ് വാങ്ങിച്ച് എല്ലാം ഇപ്പോൾ ഇടുന്ന് ഞാൻ കഴിക്കും. എന്നിട്ട് കോഫി വേണ്ട, ജിഞ്ചറിൻ്റെ കോഫിയാണ്. ഇതുകൂടെ കുടിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കാനുണ്ട്. അതിരുന്ന് ഓർഡർ ആക്കും. അത് കഴിഞ്ഞിട്ട് സ്ലീപ്പിങ്. ഇത് തന്നെ ഫ്രൈഡേ. ഞാനും എൻ്റെ ഫ്രണ്ടും ഇത് തന്നെ ഡെയിലി ഈ ഒരിത്. ചൂട് കഴിയുമ്പോഴത്തേനും പിന്നെ പുറത്തൊക്കെ പോയി. ഇപ്പോൾ ചൂടായതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ.